മലയാളം പെപ്പി സോങ് റൗണ്ട് ആണ് വീണ്ടും. പാടാൻ വരുന്നു അർജുൻ. ചുവടുകൾ തത്തി അഴകൊടു തളകൾ തരള മധുര രവമുടനുപദമിളകി കനകഞ്ഞൊരികളലകൾ ഉതിരുകയാ. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ, നീലാകാശം കൂടാരം കെട്ടിത്തന്നു, ആടിപ്പാടാനാലോലം നീയും വന്നു. തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ. ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ തത്തി അഴകൊടു തളകൾ തരള മധുര രവമുടനുപദമിളകി കനകഞ്ഞൊരികളലകൾ ഉതിരുകയാ. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ. കളിയാടാൻ കഥ പാടാൻ ഒരു വഴി ഇരുവഴി പല വഴിയോരങ്ങൾ, നിറമായും നിഴലായും മിഴികളിൽ വിരിയണ മലർമഴവില്ലായി വാ. കൊട്ടുവേണമോ ഇനിയൊരു പാട്ടുവേണമോ, കൊട്ടുവേണമോ ഇനിയൊരു പാട്ടുവേണമോ. പൊരുളുകൾ തേടി പൊന്മണി തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ. ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ തത്തി അഴകൊടു തളകൾ തരള മധുര രവമുടനുപദമിളകി കനകഞ്ഞൊരികളലകൾ ഉതിരുകയാ. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ. കുടമൂതി ഹോയ് 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 കുഴലൂതി ഒരു മൊഴി ഇരുമൊഴി കുരവയോടെതിരേൽക്കാം. കളിവീടായി ഉലകാകെ ഒരു മൊഴി ഇരുമൊഴി കുരവയോടെതിരേൽക്കാം. മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ, മന്ത്രജാലമോ മിഴികളിൽ ഇന്ദ്രജാലമോ. തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകളെ. ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ തത്തി അഴകൊടു തളകൾ തരള മധുര രവമുടനുപദമിളകി കനകഞ്ഞൊരികളലകൾ ഉതിരുകയാ. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ, നീലാകാശം കൂടാരം കെട്ടിത്തന്നു, ആടിപ്പാടാനാലോലം നീയും വന്നു. തണലുകൾ തേടി തണ്ണീർ തേടി പുതുകതിർ വയലുകൾ തിരയണ കിളിമകൾ.
അർജുൻ ഹലോ, തകർത്തു. താങ്ക് യു. ഡാൻസ്, പാട്ട്, മാജിക് എന്തൊക്കെയാടാ? എന്താ മാജിക് ഒക്കെ അറിയോ നിനക്ക് ശരിക്കും? കുറച്ചൊക്കെ. പിന്നെ ആ കുറച്ചെന്നാ ഇതൊരു ടൈപ്പ് മാജിക് അല്ലേ? പിന്നെ ഇങ്ങനെ കാണിച്ചങ്ങ് തുറന്നു പോവായിരുന്നു. പോവില്ലല്ലോ, എന്തെങ്കിലും ആണ് അത്. അതൊക്കെ നമുക്കറിയാം. നീ പിള്ളേരൊക്കെ കാണിച്ചു കൊടുക്കരുത്. നമ്മളെന്നും ഇതൊക്കെ കാണിച്ച് പറ്റിക്കൊന്നും വേണ്ട. അവൾക്കറിയാം ഇത് വെറും മാജിക് ആണെന്നുള്ളത്. അതെ. ഓ നൈസ്. എന്നാലും സൂപ്പർ. വേറെ മാജിക് ഒക്കെ അറിയോ നിനക്ക് ഇതല്ലാതെ? ഇത് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇത് മാത്രം ഇത് പഠിച്ചിട്ടുള്ളൂ. വെച്ചിട്ടാണ് നീ ഇത്ര വലിയ പരിപാടി നടത്താൻ പോകുന്നത്? കൊറേ നേരമായിട്ട് തിരിഞ്ഞൊക്കെണ്ടായിരുന്നല്ലോ. തിരിഞ്ഞു അതും എങ്ങനെ നിൽക്കുന്ന കോച്ചി പിടിച്ചോ. സതീഷ് ഭായി അവിടെ ആക്ഷൻ നിർപ്പ പാറു, ഞാൻ വിചാരിച്ചേതോ ബസ് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വരിക. അതാണോ ലാലേട്ടൻ? ഇവിടെ ഭയങ്കര കൂടിപ്പോയത്. ലോകത്തുള്ള ഒരു ലാലേട്ടനും അങ്ങനെയല്ല. ഇത് വല്ലാണ്ട് കോച്ചി പിടിച്ച് അതാ ഫ്ലോയിൽ അങ്ങ് പോയതല്ലേ? പോയതാ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചെയ്യാം. ശരത് സാർ നന്നായിരുന്നു. താങ്ക് യു സർ. ഇടയിലുള്ള സ്റ്റെപ്പ് ഒക്കെ എടാ നീ അന്ന് കുടിച്ചതിന്റെ കെട്ടൊക്കെ ഇറങ്ങിയായിരുന്നു ശരിക്കും? നിന്റെ ഡാൻസ് അതൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അത് അവസാനം കിടന്ന് തുള്ളി ഞങ്ങൾക്ക് പേടിയായിരുന്നു നീ വന്നു വന്നു. അതിന് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞേ. മാന്ത്രികം എന്നുള്ള പടത്തിൽ നിന്നാണ്. പിന്നെ കമ്പോസ് ചെയ്തത് SP വെങ്കടേഷ് സാറാണ്. എഴുതിയത് ONV കുറുപ്പ് സാർ. പാടിയത് MG ശ്രീകുമാർ സാറും അലക്സ് സാറാണ്. നല്ല ഒരു ഗുമ്മുള്ള പാട്ട്, നല്ല രസമായിട്ട് പാടി കേട്ടോ. എനിക്ക് ആകെ നിന്റെ അടുത്ത് പറയാനുള്ളത് ലയം, ഈ താളത്തിൽ ഇമാതിരിയുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു ജതി പോലിരിക്കല്ലേ ഇത്. ഒരു ദും ദും തക്കത്തിക്ക് ദും ദും തക്കത്തിക്ക് തക്കട്ട 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 എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അത് വെൽ കോൺടൈസ്ഡ് ആയിരിക്കണം കേട്ടോ. അത് മാത്രമേ എനിക്കൊരു കുഴപ്പമായിട്ട് തോന്നിയുള്ളൂ. ഒരു ഓട്ടവും പിന്നെ അതൊന്നും നോക്കുക. പിന്നെ ലാസ്റ്റ് പല്ലൊക്കെ ആയപ്പോ ഒരു ഇച്ചിരി ക്ഷീണം, മറ്റേ തണ്ണി തൊട്ടി പിന്നെയും കയറി വന്നു. അത് പിന്നെ കുഴപ്പമില്ല. അവസാനത്തെ ഡാൻസ് നോക്കോ, അസാദ് എന്തായിരുന്നു അത്, ഞെട്ടിപ്പോയി. നമുക്കൊന്ന് ഒരു ഗ്രൂവ് ഇട്ടിട്ട് അത് ആദ്യത്തത് മാത്രം ഒന്ന് കൃത്യമാക്കിയാലോ. ഒരു ഗ്രൂവ് കൊടുക്ക്. ധിം ധിം ധിമി ധിമി ധിം ധിം ധിമി ധിമി നൃത്തച്ചുവടുകൾ തത്തിയഴകൊടു തളകൾ തരള മധുര രവമോടനുപദമിളകി കനകഞ്ഞൊരികൾ അലകൾ ഉതിരുകയാ. ഏതു കേളി നൃത്തമാടാൻ വന്നു നീ നീലാകാശം. അതിലൊന്നും നമുക്ക് എതിർ അഭിപ്രായമേ ഇല്ല. അതൊക്കെ സൂപ്പർ. താങ്ക് യു സർ. ഞൊറിയാണ് കേട്ടോ, ഞൊറി. അതിൽ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആവാം കേട്ടോ. ധിമി ധിമി അതൊക്കെ അങ്ങോട്ട് എറിച്ച് നിൽക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അർജുന, ഫാന്റാസ്റ്റിക്. താങ്ക് യു മാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു മാം. തന്നി തൊട്ടിയൊക്കെ എന്ത് ഗംഭീരമായിട്ട് പാടിയതാണ്. അതിന്റെ ഒരു ഭയം ഇതിനകത്ത് എന്തുകൊണ്ടും അവൻ ഡാൻസ് കളിക്കൂല എന്ന് അവൻ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. അത് കുറെ നേരം അടക്കി പിടിച്ചിരുന്നു. ലാസ്റ്റിലെല്ലാം ഭയങ്കര ഡാൻസ് കഴിഞ്ഞ സ്റ്റെപ്പ്, ലാസ്റ്റ് ഫിനിഷിംഗ് ഒക്കെ സ്റ്റൈലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ മൂവ്മെന്റ്സും കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്ത രീതി എല്ലാം ഗംഭീരായിരുന്നു. കാരണം പാട്ടിനും അതിൻ്റെതായ ഫോക്കസ് കൊടുത്തു, ഡാൻസിനും പ്രസന്റേഷനും എല്ലാം കൊണ്ടും ഭംഗിയായി. ഇത് മോന്റെ തന്നെയാണോ ഈ കൊറിയോഗ്രഫിയും സാധനങ്ങളും ഒക്കെ? അതോ ഷാഹുൽ സാറാണ്. ഷാഹുൽ പഠിപ്പിച്ചതാണ്. ഓക്കെ, എന്തായാലും വെരി ബ്യൂട്ടിഫുൾ. നല്ല എലഗന്റ് ആയിട്ട് അത് പെർഫോം ചെയ്തു. നല്ല എനിക്ക് പൊതുവേ ഇതുപോലത്തെ വോയിസസ് എനിക്ക് ഇഷ്ടമാണ്. വെച്ചാൽ നല്ല നല്ല ത്രോ ഉള്ള വോയിസസ്. അപ്പൊ അത് ഈ പാട്ടിനകത്തും മോന്റെ വോയിസ് ത്രോ വാസ് വെരി ഗുഡ്. താങ്ക് യു മാം. ശരിക്കും ആ ഫസ്റ്റ് ലൈനൊക്കെ ആ ഒറ്റ ശ്വാസത്തിൽ പാടി അവിടെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അത് വളരെ നന്നായി ചെയ്തു. അതേപോലെ മോന അനുപല്ലവി ആൻഡ് ചരണം, അതിലും ഇല്ല ഇതുപോലത്തെ പോർഷൻസ് വന്ന് ഫിനിഷ് ചെയ്യുന്നത്, ഹൈ പിച്ചിൽ ഫിനിഷ് ചെയ്യുന്നത്, അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. ഞാൻ ശരിക്കും അർജുന്റെ ഈ ഒരു ഇംപ്രൂവ്മെന്റ്, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഫാന്റാസ്റ്റിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാനിക. അർജുനെ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സർ. എനിക്കും ശരത്തേട്ടൻ പറഞ്ഞ ഒരു സംഭവമാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ധിം ധിമിൽ തന്നെ ഒരു ഭയങ്കര നേസൽ ആ ഒരു നേസൽ ടോൺ കയറി വന്ന പോലെ തോന്നി. ബാക്കി പിന്നെ എവിടെയും ആ നേസൽ ടോൺ കയറി വന്നില്ല. പക്ഷെ ആ ഒരു താളം, കാരണം അതാണല്ലോ ഈ പാട്ടിന്റെ ഫസ്റ്റ് ഡിഫൈനിങ് സംഭവം എന്ന് പറയുന്നത് അതാണല്ലോ. അത് മാത്രം ചെറുതായിട്ടൊന്ന് ലൂസായ പോലെ എനിക്ക് തോന്നി. ബാക്കിയെല്ലാം
അർജുൻ അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മാജിക്കും ആ ആക്ട് മുഴുവൻ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ സെറ്റ് ആ സർക്കസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ LED എല്ലാം ആ ഒരു മാന്ത്രികം സിനിമ കണ്ടിട്ടുണ്ടോ? മാന്ത്രികം ഭയങ്കര രസമുള്ള സിനിമ. ആ പിന്നെ ലാലേട്ടനും ജഗദീഷും ആണോ? ഓ ആണല്ലേ? ആണല്ലേ? എങ്കിൽ പിന്നെ ഒരു നോക്ക് കാണാം. പിന്നെ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അവസാനം ആയപ്പോതാ രണ്ടുപേര് ഞാൻ ടയർഡ് എന്ന് എഴുതി, പുള്ളി ക്ഷീണം എന്ന് എഴുതി. അപ്പം അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം അർജുൻ. അതർവൈസ് യു ആർ ഗുഡ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ അർജുൻ, ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ദോശയ്ക്ക് 8.7 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക്ക സെയിം 8.7. ചേച്ചി അർജുന അർജുനൻ ചത്ത്. അർജുനന്റെ ഭാവിയിലോട്ടാണ് അത് പോയിരിക്കുന്നത്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 17.4. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ഒരു ടാസ്ക് ഞാൻ തരാം. നടന്നു പോയിട്ട് ആ റൗണ്ടിൽ ആ പോസ് ഒന്ന് നിന്നിട്ട് പോ. ലാസ്റ്റ് പോസ്. അല്ല, അവസാനത്തെ പോസ് ഒരു മിനിറ്റ്, ഇവിടെ പോസ്. ഇങ്ങനെ ഒരു നിപ്പ്. അതെ ചേട്ടാ, ആ ലാസ്റ്റത്തെ സംഭവം ഇട്ട് കൊടുക്കോ? കൊറേ സ്ഥലത്തൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടൊക്കെ ഡാൻസ് ചെയ്തു, സ്മാർട്ട് ആയിട്ടൊക്കെ ചെയ്തു, ചെറിയ ഇങ്ങനെയൊക്കെ കളിച്ച് ശ്വാസമൊക്കെ എടുത്ത് ഡാൻസ് കളിച്ച് പോണ. ജഡ്ജസ്, അങ്ങനെ അർജുന്റെ ആ ഒരു പെർഫോമൻസോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ സന്തോഷിക്കാൻ വേറൊരു റീസൺ കൂടെ. നമ്മുടെ കുട്ടികളൊക്കെ അസാധ്യമായി പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഷെഡ്യൂളില്. അപ്പൊ ഒരു പ്രോത്സാഹന സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും. പുതിയതായി ഓരോ എപ്പിസോഡിലും ആരാണോ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങുന്നത് അവർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഈ എപ്പിസോഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട യശ് ടോപ്പ് മാർക്ക് വാങ്ങിയിരിക്കുകയാണ്. യശ്, കം ഓൺ. അപ്പൊ മഞ്ജരി ചേച്ചിയുടെ മാർക്ക് ഹിഡൻ ആണ്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ഷാനിക്കയും ശരത് സാറും പറഞ്ഞ മാർക്ക് വെച്ചിട്ട് അതിൽ ടോപ്പാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയർ കോ പവർഡ് ബൈ ജെവൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ കൊടുക്കട്ടെ? കൊടുക്കൂ. യെസ്.